So welcome back to another video. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ ഗ്രാഫ്റ്റിംഗിന്റെ ഒരു ബേസിക്സ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, സംഭവം വളരെ സിമ്പിൾ ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, തിരിഞ്ഞു പോകരുത്. ഇതിനകത്ത് തിരിഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. സോ തിരിഞ്ഞു പോകാൻ നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഗ്രാഫ്റ്റിംഗ്. Choose a mango plant of Moandan variety of 6 months to 1 year old. ഓക്കെ, ആറ് മാസം തൊട്ട് ഒരു വർഷം പ്രായം വരെ എന്ന് പറഞ്ഞാൽ 6 മാസം തൊട്ട് 12 മാസത്തിനിടയ്ക്ക് പ്രായമുള്ള ഒരു ഏതിന്റെ മൂവാണ്ടൻ വെറൈറ്റിയുടെ, നമ്മുടെ നാട്ടിലെ മൂവാണ്ടൻ മാങ്ങയുടെ പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, മൂവാണ്ടൻ മാവിന്റെ ഒരു പ്ലാന്റ് ചെടി നമ്മൾ സെലക്ട് ചെയ്യണം. ദിസ് പ്ലാന്റ് വിത്ത് റൂട്ട്സ് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. ഓക്കെ, ഇത് നിങ്ങൾ നല്ല ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഈ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്ന ഇതില്ലേ, ഈ റൂട്ട് സ്റ്റോക്ക് ഇത് നിങ്ങൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ചോളാം. ഓക്കെ, കാര്യം ഇത് ഇപ്പോഴും തിരിഞ്ഞു പോകുന്ന സാധനമാണ് റൂട്ട് സ്റ്റോക്ക്. അപ്പം റൂട്ടുള്ള ദിസ് പ്ലാന്റ് വിത്ത് റൂട്ട്സ് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന പ്ലാന്റിനകത്ത് റൂട്ടുള്ള പ്ലാന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ ഇതാണ്ട് റൂട്ട് സ്റ്റോക്കിന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് റൂട്ട് സ്റ്റോക്കിന് ഒരു എക്സാമ്പിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഇത് താഴത്തെ സ്കയോൺ തൊട്ട് താഴെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സ്കയോൺ നോക്കും, ഇതിനകത്ത് റൂട്ട് നിങ്ങൾ എവിടെയും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ആ സമയം നമ്മുടെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ പ്ലാന്റ് നോക്കൂ. ഈ പ്ലാന്റിൽ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു മണ്ണിനകത്തല്ലേ ആ പ്ലാന്റ് നിൽക്കുന്നത്, ഒരു പോളിത്തീൻ കവറിനകത്ത് മണ്ണിനകത്തല്ലേ നിൽക്കുന്നത്. അപ്പൊ ആ പ്ലാന്റിന് റൂട്ട് ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് അതെന്താണ്, അതൊരു റൂട്ട് സ്റ്റോക്ക് ആണ്. ഓക്കെ, cut a stem that has the same size as the rootstock from a high yielding tree of Neelam variety. Okay, അപ്പം അടുത്ത പോയിന്റ് അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ cut a stem that has the same size as the rootstock from a high yielding tree of Neelam tree. ഈ റൂട്ട് സ്റ്റോക്ക് നിങ്ങൾ കണ്ടോ? അപ്പോൾ റൂട്ട് സ്റ്റോക്ക് കണ്ടോ? റൂട്ട് സ്റ്റോക്കിന്റെ ഈ സ്റ്റെമ്മിന്റെ ഒരു സൈസ് നിങ്ങൾ കണ്ടോ? ഓക്കെ, ഈ സ്റ്റെമ്മിന്റെ ഈ പോയേക്കുന്ന തണ്ടിന്റെ സൈസ് കണ്ടോ? ഇതേ സൈസ് ഉള്ള ഒരു ഏതാ നീലം വെറൈറ്റി. ഏതാണ് നീലം വെറൈറ്റി? മാങ്ങയില്ലേ, മാവില്ലേ? ആ നീലം വെറൈറ്റി മാവിനകത്ത് നിന്ന് നമ്മൾ ഇതേ സൈസ് ഏതാണ് ഈ റൂട്ട് സ്റ്റോക്കിന്റെ ഈ മൂവാണ്ടന്റെ ഈ സ്റ്റെമ്മിന്റെ അതേ സൈസിലുള്ള കുറച്ച് സ്റ്റെം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അതാണ്ട് ഈ സ്റ്റെം കണ്ടോ? 1 2 3 ഇവിടെ 3 സ്റ്റെം കണ്ടോ? ഈ ഒരു സൈസ് പോലെ അത്ര ഒരു സൈസ് അല്ലേ ഈ 3 സ്റ്റെം. അപ്പം ആ 3 സ്റ്റെമ്മിനെ നമ്മൾ ആ മറ്റൊരു വെറൈറ്റിയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ആ ഒരു ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്, സ്കയോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. റൂട്ട് സ്റ്റോക്ക്, സ്കയോൺ. റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ടുള്ള ദ പ്ലാന്റ് വിത്ത് റൂട്ട്സ് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. ഓക്കെ, ഈ നമ്മൾ ആദ്യം എടുത്ത മൂവാണ്ടൻ വെറൈറ്റിയിൽ അതിന് റൂട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളത് റൂട്ട് സ്റ്റോക്ക് ആണ്. നീലം വെറൈറ്റിക്ക് റൂട്ടില്ല, നമ്മൾ സ്റ്റെം മാത്രമാണ്, ഇതിന്റെ 2-3 തണ്ട് മാത്രമാണ് എടുത്തത്, അതുകൊണ്ട് അത് എന്താണ്, സ്കയോൺ ആണ്. ഓക്കെ, a stem which has newly formed buds should be selected as scion. പുതുതായിട്ട് വന്ന പ്ലാന്റ്, പുതുതായിട്ട് വന്ന ബഡ് ഫോം ചെയ്ത സ്റ്റെം വേണം നമ്മൾ എന്തിന് സെലക്ട് ചെയ്യാൻ, സ്കയോൺ ആയിട്ട് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. A stem which has newly formed buds should be selected as scion. പുതിയ ബഡ് വന്ന സ്റ്റെമ്മിനെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യുന്നത്, സ്കയോൺ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്ക്, ഇതിന്റെ ഒരു കളർ കണ്ടോ നിങ്ങൾ? ഒരു എന്താ പറയാ, ഒരു ലൈറ്റ് ഗ്രീൻ പോലെ അല്ലേ. നമ്മൾ ചെടികളിലൊക്കെ ആണെങ്കിൽ പുതിയ ഇല വരുമ്പോഴും അതുപോലെ പുതിയ സ്റ്റെം വരുമ്പോഴും ഒരു പച്ച ചെടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുതുതായിട്ട് വരുന്ന സ്റ്റെം അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ബഡിന്റെ ഭാഗത്ത് ഒരു ലൈറ്റ് ഗ്രീൻ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? സംശയം ഉണ്ടെങ്കിൽ ഒരു പേരക്ക മരത്തിലോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മാവിലോ അങ്ങനെ നോക്കിയാൽ മതി. പുതിയ ബഡ്, പുതിയ ലീഫ് വരുന്ന സ്ഥലത്ത് അതൊരു എന്താ പറയാ, ഒരു ലൈറ്റ് കളർ ആയിരിക്കും. ഓക്കെ, അപ്പം അതുപോലെ പുതിയ ബഡ് വരുന്ന ഒരു സ്റ്റെം ആണ് ഇത്. ഒരു ലൈറ്റ് കളർ അല്ലേ മറ്റൊരു ലീഫിന്റെ കളറിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ഇതാണ് ഒരു എന്താ ന്യൂലി ഫോംഡ് ആയിട്ടുള്ള ബഡ് വന്ന ഒരു സ്റ്റെം ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സ്റ്റെമ്മിനെയാണ് നമ്മൾ എന്തിനു വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്, സ്കയോണിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോണം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് എന്താണ്, റൂട്ട് സ്റ്റോക്ക്. ഓക്കെ, അതുപോലെ ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് എന്താണ്, സ്കയോൺ. ഈ ബ്രാഞ്ചിനെ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റെം, ബ്രാഞ്ച് അത് തന്നെ, ബ്രാഞ്ച് തന്നെ, സ്റ്റെം നമുക്ക് അത് തന്നെ. ഓക്കെ, ബ്രാഞ്ച് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, സ്കയോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് നോക്കാം. Cut the rootstock at 15 centimeters from the bottom to join the scion. Okay, ഇതല്ലേ സ്കയോൺ. നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ചോണം മക്കളെ. ഈ സ്കയോൺ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റൂട്ട് സ്റ്റോക്ക് ഇല്ലേ, ഈ റൂട്ട് സ്റ്റോക്ക്, ഈ കാണുന്ന റൂട്ട് സ്റ്റോക്ക്, ഈ പ്ലാന്റിലെ ഈ റൂട്ട് സ്റ്റോക്കിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ബോട്ടം മണ്ണിന്റെ ഒരു മണ്ണ് ഇവിടാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ, അപ്പം ഇവിടുന്ന് ഒരു 15 സെന്റിമീറ്റർ. ഓക്കെ, ഇവിടുന്ന് ഒരു 15 സെന്റിമീറ്റർ ഇവിടെ വരാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പം ഇത്രയാണ് 15 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഈ 15 സെന്റിമീറ്ററിന്റെ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ഈ 15 സെന്റിമീറ്ററിന്റെ ഇവിടെ വെച്ച് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്,
നമ്മുടെ സ്കയോണ് ഇതിനകത്ത് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ടു ജോയിൻ ദി സ്കയോൺ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മേക്ക് എ 4 സെന്റിമീറ്റർ ഡീപ് കട്ട് അലോങ് ദി സെന്റർ ഓഫ് ദിസ് റൂട്ട് സ്റ്റോക്ക് യൂസിങ് എ നൈഫ്. ഓക്കെ, നമ്മുടെ ഈ എന്താണ് ചെയ്യേണ്ടത്? ഒരു 4 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു 4 സെന്റിമീറ്റർ ഡീപ് കട്ട് നമ്മൾ ചെയ്യണം. എവിടെ ചെയ്യണം? സെന്റർ ഓഫ് ദിസ് റൂട്ട് സ്റ്റോക്ക്. ഈ റൂട്ട് സ്റ്റോക്ക് നമ്മൾ എടുത്തില്ല. റൂട്ട് സ്റ്റോക്ക് എടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഇവിടുത്തെ ഫോട്ടോ നിങ്ങൾക്ക് വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിപ്പോ കട്ട് ചെയ്ത് ഇതൊരു 15 സെന്റിമീറ്റർ ആണെന്ന് വെച്ചോ. ഓക്കെ, ഇതൊരു 15 സെന്റിമീറ്റർ ആണെന്ന് വെച്ചോ. 15 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ ഈ 15 സെന്റിമീറ്റർ ഇവിടെ വന്നപ്പോൾ 15 സെന്റിമീറ്റർ ആയി. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു? ഇതിന്റെ സെന്ററിൽ നമ്മളൊരു എന്ത് ചെയ്തു? ഒരു കട്ട് ഇട്ടു. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തു. എത്ര? ഒരു 4 സെന്റിമീറ്റർ. ഈ 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മുടെ മേൽഭാഗം അല്ലെ, ഇതാണ് നമ്മൾ കട്ട് നിർത്തിയ ഭാഗം. അപ്പം ഇത് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ കട്ട് ചെയ്തു. മേക്ക് tapered cuts on both sides at the bottom of the scion as shown in the figure. അപ്പം ഇതിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്കയോൺ നമ്മൾ അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്യണ്ടേ? അപ്പൊ സ്കയോണിനെ നമ്മൾ ഏത് രീതി വേണം കട്ട് ചെയ്യാനായിട്ട്? നമ്മൾ ഈ എന്താ പറയാ, ഈ മണ്ണിനകത്തൊക്കെ നമ്മളൊരു കമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്യില്ല. എങ്ങനെയാ കട്ട് ചെയ്യുന്നത്? ഈ എഡ്ജ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ദാണ്ടെ ഈ ബിക്സ് റോക്ക് നമ്മൾ രണ്ട് സൈഡിൽ നിന്നായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. താഴോട്ട് വരുമ്പോൾ അത് തിന്നായിട്ട് വരും അല്ലെ? അതുപോലെ ഇവിടെ നോക്ക്, ഇത് കണ്ടോ? ഇങ്ങനെ നമ്മൾ ഈ വരുന്ന ഒരു സ്റ്റെമ്മിനെ നമ്മൾ ഇങ്ങനെ ഒരു ക്രോസ് കട്ട് ചെയ്തു, ഇങ്ങനെ ഒരു ക്രോസ് കട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നില്ലേ? അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കട്ട് ചെയ്ത ഇതില്ലേ, ഏതാ നമ്മുടെ റൂട്ട് സ്റ്റോക്കിനകത്തോട്ട് ഇറക്കി വെക്കണം. അതാണ് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കി മക്കളെ. ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഒരു 4 സെന്റിമീറ്റർ ഡീപ്പ് കട്ട് നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? മറ്റേത് നമ്മൾ ഇതിനെ നമ്മുടെ സ്കയോണിനെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കുത്തി ഇറക്കി അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? റൂട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്തു. റൂട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കയോൺ സെലക്ട് ചെയ്തു. റൂട്ട് സ്റ്റോക്കിനെ നമ്മൾ ഒരു ബോട്ടം ഭാഗത്ത് നിന്ന് ഒരു 15 സെന്റിമീറ്റർ മേളിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ മേൽഭാഗത്ത് നിന്ന് ഒരു 4 സെന്റിമീറ്റർ ഡീപ്പ് നമ്മൾ ഒരു കട്ട് ഇട്ടു. ആ കട്ടിനകത്ത് നമ്മൾ സ്കയോണിനെ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്തത്? ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ടേപ്പേർഡ് കട്ടാണ് ഇടുന്നത്. ഓക്കെ, ടേപ്പേർഡ് കട്ട്. ഈ പോയിന്റ് നിങ്ങൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ചോണം. ടേപ്പേർഡ് കട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ ക്രോസ് ഇടുന്ന ഈ ഒരു കട്ടിനെയാണ് നമ്മൾ ടേപ്പേർഡ് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടേപ്പേർഡ് കട്ട് ഇട്ടു. എന്നിട്ട് നമ്മൾ അതിനെ അതിനകത്തേട്ട് ഇറക്കി വെച്ചു. ഓക്കെ, ഇൻസൈഡ് ദി സ്കയോൺ into the gap made in the root stock and bind it with a polythene tape. ഓക്കെ, നമ്മൾ റൂട്ട് സ്റ്റോക്കിനകത്ത് ഉണ്ടാക്കി ഈ ഒരു ഗ്യാപ്പിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റൂട്ട് സ്റ്റോക്കിനകത്ത് ഉണ്ടാക്കിയ ഗ്യാപ്പിനകത്ത് നമ്മൾ സ്കയോണിനെ ഇറക്കി വെച്ചു അല്ലേ? ഇറക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം? പോളിത്തീൻ ബാഗ് ഇല്ലേ? നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ പോളിത്തീൻ ബാഗിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലെയറിങ്ങിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോളിത്തീൻ ബാഗ് കൊണ്ട് പോളിത്തീൻ ടേപ്പ് കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? വരിഞ്ഞു ചുറ്റണം. ഓക്കെ, once the scion gets joined with the stalk and begins to grow, the sapling can be replanted at a more convenient place. അപ്പം ഈ എന്താ പറയാ, ഈ സ്കയോൺ ഉണ്ടല്ലോ, നമ്മൾ ഈ സ്കയോൺ ഇപ്പം നമ്മൾ ഇവിടെ വെച്ച ഈ സ്കയോൺ ഇതാണ് നമ്മൾ ചുറ്റുന്ന രീതി. അപ്പം ഈ സ്കയോണ് വളരാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കയോണിൽ നിന്ന്, ഈ വെച്ച സ്കയോണില്ലേ, ഈ സ്കയോണിൽ നിന്ന് പുതിയ തണ്ടുകളും പുതിയ ഇലകളും ഒക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് വരാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ ഈ വെക്കുന്നതിന് മുന്നിനകത്ത് നമ്മൾ ഇലകളും എല്ലാം പറിച്ചെല്ലാം കളഞ്ഞിട്ടല്ലേ ഇതിനകത്ത് വെച്ചത്. അപ്പം വെച്ചപ്പം ഇനി നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം ചുറ്റിയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ചുറ്റണം മക്കളെ. ഇതുപോലെ ചുറ്റി കഴിയുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മേളിലോട്ട് കണ്ടോ ഇല വന്നത്? ഇതുപോലെ ഇലയും കാര്യങ്ങളും ഒക്കെ മേളിലോട്ട് ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? joined and stalk begins to grow, the sapling can be replanted at a more convenient place. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതിനെ മൂടോടെ നമുക്ക് പിഴുതെടുക്കാം. ഏതിനെയാ? നമ്മൾ ഈ ചെടിയുടെ ഈ ഒരു ഇതിനകത്ത്, ഈ ഒരു പോളിത്തീൻ ബാഗിനകത്ത് നമ്മൾ നട്ടിരുന്ന ഈ ഒരു റൂട്ട് സ്റ്റോക്കിനെ നമുക്ക് മൂടോടെ പിഴുതെടുത്ത് നമുക്ക് എവിടെ നടാൻ പറ്റും? വേറെ എവിടെയെങ്കിലും നല്ല നമുക്ക് തറയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നടാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു മോർ കൺവീനിയന്റ് പ്ലേസ് എന്ന് പറയുന്നത്. റീപ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്ത് നിന്ന് അതിനെ പറിച്ച് മറ്റൊരിടത്ത് നടുന്നതിനാണ് റീപ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൺവീനിയന്റ് പ്ലേസിൽ നമ്മൾ വെക്കുന്നു. അപ്പം സിമ്പിൾ ആയിട്ട് ഗ്രാഫ്റ്റിംഗ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ടേബിൾ നിങ്ങൾ ഓർത്ത് നോക്കുക. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിങ്സ്. എന്താണ്? സാപ്ലിങ്സിനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്താണ്? ഗ്രാഫ്റ്റിംഗ് അല്ലെ? Grafting is a method of production of saplings by joining the stem of a superior quality plant with another superior quality plant. ഇത് ശ്രദ്ധിച്ചോണം. superior quality plant joining the stem of a superior quality plant. ഇവിടെ നമ്മുടെ superior quality ഏതായിരുന്നു? നീലം വെറൈറ്റി ആയിരുന്നു superior quality അല്ലേ? അപ്പൊ നമ്മൾ നീലം വെറൈറ്റി എന്തായിട്ടാണ് എടുത്തത്? സ്കയോൺ ആയിട്ടാണ് എടുത്തത്. മൂവാണ്ടൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുമാങ്ങ എന്തായിരുന്നു?
ഒരു ഇൻഫീരിയർ ആണ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയറിന് ഓപ്പോസിറ്റ് വേർഡ് ആണ് ഇൻഫീരിയർ. ഇപ്പം ഇൻഫീരിയർ ആയിരുന്ന സാധനത്തിന് നമ്മൾ എന്തായിട്ട് എടുത്തു? റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുത്തു അല്ലെ? അപ്പം സാപ്ലിങ്സിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ജോയിനിങ് ദി സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്. സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റിനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പൊ എടുത്ത എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നീലം വെറൈറ്റി നമ്മൾ സെലക്ട് ചെയ്തു. എന്തായിട്ട് അതിന്റെ സ്റ്റെം നമ്മൾ സെലക്ട് ചെയ്തു എന്തായിട്ട്? സ്കയോൺ ആയിട്ട്. വിത്ത് അനദർ പ്ലാന്റ് that has roots and belongs to the same species. സെയിം സ്പീഷീസിലുള്ള എന്ന് പറഞ്ഞാൽ സെയിം സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത് രണ്ടും റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുത്തതും സ്കയോൺ ആയിട്ട് എടുത്തതും എന്താണ്? മാവ് തന്നെയാണ് അല്ലേ? നീലം വെറൈറ്റി എടുത്തു, മൂവാണ്ടൻ വെറൈറ്റി എടുത്തു, ഇത് രണ്ടും മാവ് തന്നെയല്ലേ? അല്ലാതെ ഇപ്പം പറയാന്നുണ്ടെങ്കിൽ നമുക്ക് പേരക്കകത്ത് കൊണ്ട് നമുക്ക് ഇതിന്റെ നീലം വെറൈറ്റിയുടെ ഇതുകൊണ്ട് നമുക്ക് പേരക്കകത്ത് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കത്തില്ല. ഓക്കെ, അപ്പം സെയിം സ്പീഷീസിൽ തന്നെയുള്ള സാധനമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പേരയ്ക്ക ഗ്രാഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചുമന്ന പേരയ്ക്കും ഒരു അകം ചുമന്ന പേരയ്ക്കും അകം വെളുത്ത പേരയ്ക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് രണ്ടും നമുക്ക് പേരയ്ക്ക തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് പേരയ്ക്ക ഒന്ന് മാവ്, അല്ലെങ്കിൽ ഒന്ന് ചക്ക ഒന്ന് മാവ്, അങ്ങനെ ആവാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം എന്താണ്? ദാറ്റ് ഹാസ് ബിലോങ്സ് ടു ദി സെയിം സ്പീഷീസ്. ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് ഓർത്ത് വെച്ചോണം. എന്തായിരിക്കണം? ഇത് സെയിം സ്പീഷീസിൽ ബിലോങ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, plant that has roots selected for grafting is called rootstock. അപ്പം നമ്മൾ ഗ്രാഫ്റ്റിംഗിന് വേണ്ടി സെലക്ട് ചെയ്ത റൂട്ട് ഉള്ള പ്ലാന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ സ്റ്റെം which is joined to it is called scion അല്ലേ? അപ്പം നമ്മൾ ഇതിനകത്ത് കൊണ്ട് ജോയിൻ ചെയ്ത സ്റ്റെമ്മിനെ നമ്മൾ എന്താണ് പറയുന്നത്? സ്കയോൺ. മക്കളെ ഇത് തെറ്റരുത്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോണം. ഈ റൂട്ട് സ്റ്റോക്കും സ്കയോണും ഒരിക്കലും തിരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ഈ ടേപ്പേർഡ് കട്ട് എന്നുള്ള സാധനം ഒരിക്കലും തെറ്റിപ്പോകരുത്. അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ ചൂസ് ചെയ്യുന്ന നമ്മുടെ വെറൈറ്റിയിലെ ഒരു ഏജ് പറയുന്നത് കണ്ടില്ലേ എവിടെ 6 months to 1 year, അത് തെറ്റരുത്. അതുപോലെ തന്നെ നമ്മൾ ഏതാണ് സുപ്പീരിയർ ഏതാണ് ഇൻഫീരിയർ എന്ന് നോക്കും. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദീസ് plants is inferior and superior എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടുത്തേക്കുന്നതിനകത്ത് നമ്മൾ ഏതിനെയാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ഗ്രാഫ്റ്റിംഗ് which plant should be used as inferior and superior, അല്ലെങ്കിൽ which plant should be used as സ്കയോൺ ആൻഡ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു വരാം. അപ്പം എപ്പോഴും നിങ്ങൾ ഓർത്തോണം, റൂട്ട് സ്റ്റോക്കിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയുള്ളതിനെയാണ്? റൂട്ട് സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇൻഫീരിയറും സ്കയോൺ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും സുപ്പീരിയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പറയാ നിങ്ങളുടെ കയ്യിൽ നീലം വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ മൂവാണ്ടൻ വെറൈറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്യണം. അപ്പം ഗ്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതിനെയാണ് റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുക്കുക, ഏതിനെയാണ് നിങ്ങൾ സ്കയോൺ ആയിട്ട് എടുക്കുക? അപ്പം അതിന്റെ ആൻസർ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുക്കുന്നത് ഏതിനായിരിക്കും? മൂവാണ്ടനെ ആയിരിക്കും. സ്കയോൺ ആയിട്ട് എടുക്കുന്നത് ഏതിനായിരിക്കും? നീലം വെറൈറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്തതെന്ന് ഒരു ചോദ്യം കൂടി വരാം. എന്തുകൊണ്ടാണ് നമ്മൾ മൂവാണ്ടനെ റൂട്ട് സ്റ്റോക്ക് ആയിട്ടും നീലം വെറൈറ്റിയെ സ്കയോൺ ആയിട്ട് സെലക്ട് ചെയ്തെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നിങ്ങൾ അവിടെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നീലം വെറൈറ്റി എന്ന് പറയുന്നത് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അല്ലേ? ഏതാണ്ട് ഇവിടെ നോക്കിക്കോ, ഇവിടെ തന്നെ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നീലം വെറൈറ്റി എന്തായിട്ട് സെലക്ട് ചെയ്തത്? സ്കയോൺ ആയിട്ട് സെലക്ട് ചെയ്തത്. അത് മറ്റേതെന്ന് പറയുന്നത് ഇൻഫീരിയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഗ്രാഫ്റ്റിംഗ് വളരെ എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ അത്യാവശ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നിങ്ങളത് ഇംഗ്ലീഷിൽ നിങ്ങൾ തർജ്ജിമ ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. ഇവിടെ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മൂവാണ്ടൻ വെറൈറ്റി ഇതുപോലെ വെറൈറ്റി സെലക്ട് ചെയ്യുന്നത് നോക്കുക, ഇതിന്റെ പ്രായം ശ്രദ്ധിക്കുക, റൂട്ട് സ്റ്റോക്ക് ഏതാണ് സെലക്ട് ചെയ്യുന്നത്, സ്കയോൺ ഏതാണ് സെലക്ട് ചെയ്യുന്നത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു സെന്റൻസ് ശ്രദ്ധിക്കുക, സ്റ്റെം വിച്ച് ഹാസ് ന്യൂലി ഫോംഡ് ബഡ് ഷുഡ് ബി സെലക്ടഡ് ആസ് സ്കയോൺ. പുതിയ ബഡ് എന്ന ഒരു സ്റ്റെമ്മിനാണ് നമ്മൾ സ്കയോൺ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു 15 സെന്റിമീറ്റർ എന്നുള്ളത് നോക്കുക, 15 സെന്റിമീറ്റർ കട്ടാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ ഇടേണ്ടത്. 4 സെന്റിമീറ്റർ കട്ടാണ് നമ്മൾ 15 സെന്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്യേണ്ടത്. 4 സെന്റിമീറ്റർ ഒരു ഡെപ്തിലാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കിനകത്ത് കട്ട് ഇടേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സ്കയോൺ കട്ട് ചെയ്യുമ്പോൾ ടേപ്പേർഡ് കട്ട് ആയിരിക്കണം കട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ബൈൻഡ് ചെയ്യുന്നു, ബൈൻഡ് ചെയ്തിട്ട് പോളിത്തീൻ ടേപ്പ് വെച്ച് കെട്ടുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ സുപ്പീരിയർ ഏതാണ് ഇൻഫീരിയർ ഏതാണ്, അതുപോലെ സെയിം സ്പീഷീസിൽ തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ വരാം. ഒരു കുട്ടി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങയുടെ ഒരു മൂവാണ്ടൻ വെറൈറ്റി എടുത്തു. ഇപ്പം ചക്കയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റി എടുത്തു. അപ്പം ആ കുട്ടി ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു വരാം. അങ്ങനെ ചിലപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞാൽ സെയിം സ്പീഷീസിൽ തന്നെ ഉള്ളതായിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, അപ്പം അത് ഓർത്ത് വെച്ചോണം. അപ്പം അടുത്ത ഇതിനകത്ത് നമുക്ക് കുറച്ച് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രാഫിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് വെച്ച് മാത്രം നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം. എന്നിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പറയണം. ടോപ്പിക്ക് നമുക്ക് ഇനി പെട്ടെന്ന് കൊണ്ടുപോകണം. അപ്പം ഓക്കെ, താങ്ക് യു.